പ്രണയാർദ്രമായ മനസ്സുകൾ പേറി നടക്കുന്ന ഓരോ മനുഷ്യരുടെയും നെഞ്ചകങ്ങളിൽ തെളിവാർന്നു നിൽക്കുന്ന നിത്യസ്മാരകമാണ് താജ്മഹൽ. കണ്ണുകളിൽ നിന്നും കണ്ണുകളിലേക്കും, ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്കും, ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്കും എത്തി നോക്കുന്ന അനുരാഗമെന്ന മനോഹരമായൊരു വികാരത്തെ വെണ്ണക്കല്ലിൽ വരഞ്ഞിട്ട ഈ മനോഹരമായ സൗധം ആദ്യമായി ഇമകൾക്ക് മുമ്പിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ ഉള്ളിലേക്ക് പടരുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നത്രേ. താജ്മഹലിനെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചിന്തകളുടെ വല്ലാത്തൊരു വേലിയേറ്റം അലകടൽ പോലെ ഇളകി മറിയുന്നുണ്ട്. അതിൽ ഷാജഹാൻ എന്ന ഭർത്താവിന് തൻ്റെ ഇണയോടുള്ള അടങ്ങാത്ത പ്രണയമുണ്ട്. ഒരു പക്ഷേ താജ്മഹൽ സൗധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്വന്തം പെണ്ണിനോടുള്ള പുരുഷൻ്റെ കാലം മറക്കാത്ത ആദരവ് തെളിഞ്ഞു കാണുന്നുണ്ട്. ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ശില്പചാതുരി ആർക്കുവേണ്ടിയാണോ നിർമ്മിക്കപ്പെട്ടത്, യഥാർത്ഥത്തിൽ ആ വ്യക്തി തന്നെയാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ സ്ത്രീ എന്ന മാനവകുലത്തിൻ്റെ മാതാവിന് നൽകപ്പെട്ട ഏറ്റവും വലിയൊരു ആദരവാണ് താജ്മഹൽ എന്ന ലോകാത്ഭുതം എന്ന് കാണാൻ കഴിയും. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ട ദൈവിക സൃഷ്ടി സ്ത്രീയാണെന്നുകൂടി അത് വിളിച്ചു പറയുന്നു. താജ്മഹലിൻ്റെ ചാരത്ത് ആ മനോഹര ശില്പത്തെ നോക്കി നിൽക്കുമ്പോൾ പലവിധങ്ങളായ വായനകളും ചിന്തകളും എന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീരെന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ച ഈ സൗധത്തെ സാർത്ഥകമാക്കുന്നതിൽ പ്രയാസങ്ങളുടെ പെരുമഴകൾ നനഞ്ഞു തീർത്ത പാവപ്പെട്ട തൊഴിലാളികളുടെ ഗദ്ഗതങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അവർ സഹിച്ച, ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ത്യാഗങ്ങളുടെ കഥകൾ തികട്ടി വരുന്നുമുണ്ട്. താജിൻ്റെ പ്രധാന കവാടം കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ചരിത്രത്തിൻ്റെ വാതിൽ തുറന്ന് കാലത്തിൻ്റെ പിന്നത്തേക്ക് കാലെടുത്തു വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അനുരാഗസാഗരത്തിലേക്ക് മെല്ലെ മെല്ലെ അരിച്ചിറങ്ങുമ്പോൾ പൊള്ളുന്ന പ്രണയത്തിലേക്ക് പനിച്ചിറങ്ങുന്നതുപോലെ മേലാകെ കോരിത്തരിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യകുലം നിലനിൽക്കുന്ന കാലത്തോളം അവരെ മോഹിപ്പിക്കുന്ന ഒരു ദേവതയായി താജ്മഹൽ നിലകൊള്ളുക തന്നെ ചെയ്യും. പ്രതിദിനം കോടിക്കണക്കിന് രൂപ കൊണ്ട് നമ്മുടെ ഖജനാവ് നിറക്കാനും ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് ഉപജീവനമാർഗം കനിഞ്ഞു നൽകാനും മുഗളന്മാരുടെ ഭരണശേഷിപ്പുകൾ നിമിത്തമാകുന്നു എന്നതും കാലത്തിൻ്റെ ഒരു നിയോഗമാകാം. താജിൻ്റെ അടിയിലെ ഭൂഗർഭ അറയിൽ ആലിംഗനബദ്ധരായി നിത്യനിദ്രയിൽ വിലയം പ്രാപിച്ച ഷാജഹാനെയും മുംതാസ് മഹലിനെയും ഓർത്തുകൊണ്ട് ആ മണ്ണിൽ നിന്നും തിരിച്ചു നടക്കുമ്പോൾ ഈ മണ്ണിൽ ഇനിയും വളരെ പെട്ടെന്ന് മടങ്ങി വരാൻ കഴിയണേ എന്ന മോഹം മാത്രമായിരുന്നു മനസ്സു നിറയെ.